ചത്താപ്പച്ചയിൽ മോഹൻലാൽ ഉണ്ടോ? ഈ ചോദ്യം കഴിഞ്ഞ ദിവസം തൊട്ട് തുടങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിൻ്റെ അനന്തരവനായ അദ്വൈത് നായരാണ് ഈ സിനിമയുടെ സംവിധായകൻ. അപ്പോൾ ഈ അദ്വൈത് മോഹൻലാലിൻ്റെ അനന്തരവനാണ്, മോഹൻലാലിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് വളരെ വൈകിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഇത് അറിയാൻ തുടങ്ങിയത്. അപ്പോൾ തൊട്ടുള്ള ചർച്ചയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ഉണ്ടോ എന്നുള്ളത്. കാരണം ഈ സിനിമ WWE ബന്ധപ്പെട്ടതാണ്, റെസ്ലിംഗ് റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. മോഹൻലാൽ ആവട്ടെ ഒരു സ്റ്റേറ്റ് ചാമ്പ്യനും കൂടിയാണ് റെസ്ലിംഗിൽ. അപ്പോൾ മോഹൻലാൽ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഒരു അവതാരക ചോദിച്ച സമയത്ത് വളരെ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യനാണ് എന്ന് ഈ സിനിമയുടെ ടീമിൽ വിശാഖ് പറഞ്ഞിരുന്നു. അപ്പോൾ തൊട്ടുണ്ടായ സംശയങ്ങളും ചോദ്യങ്ങളുമാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ചത്താപ്പച്ചയുടെ ബുക്കിങ്ങുകൾ ആരംഭിച്ചിരുന്നു. ആ ബുക്കിംഗ് ആരംഭിച്ച സമയത്ത് വളരെ രസകരമായ ഒരു പ്രൊമോ വീഡിയോ ഒരു പുറത്തിറക്കിയിരുന്നു. ഈ പ്രൊമോ വീഡിയോയ്ക്കകത്ത് മോഹൻലാൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ ടീമിൽ മറ്റൊരു വ്യക്തിയും കൂടെ മോഹൻലാൽ ഇങ്ങനെ മെസ്സാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞെക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു സാധനമൊക്കെ ഉണ്ട്, ഭയങ്കര രസമുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ സുഹൃത്തും ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, എൻ്റെ പടവും കൂടിയാണെന്നൊക്കെ മോഹൻലാൽ പറഞ്ഞപ്പോഴാണ് ഈ സിനിമയിൽ മമ്മൂട്ടി ഒരു ക്യാമിയോയിൽ എത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ വാൾട്ടറിൻ്റെ പിള്ളേരെന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രെയിലറിൽ ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് മമ്മൂട്ടി ഇങ്ങനെ മുടിയൊക്കെ കെട്ടിവെക്കുന്നത് കാണാം. അത് മമ്മൂട്ടി ആണെന്ന് ഉറപ്പിക്കുന്നവരുണ്ട്, നേരെ മറിച്ച് അത് ദുൽഖറാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും മമ്മൂട്ടി ഈ സിനിമയുടെ ഭാഗമാണ്, അതവർ ഉറപ്പിച്ചിട്ടുണ്ട്. കമ്മിങ് സൂണിലൊക്കെ ആ എം വളരെ വലുതാക്കിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മൂട്ടി പടത്തിലുണ്ട്. അത് ആദ്യം തൊട്ട് തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അസുഖബാധിതനായതിനു ശേഷം അതൊക്കെ റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ജോയിൻ ചെയ്ത പേട്രിയോട്ടിന് ശേഷം ജോയിൻ ചെയ്ത സിനിമ ചത്താപ്പച്ചയാണ്. അപ്പോൾ അതിനകത്ത് മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്, 90% കൺഫേംഡ് ആണ്. മോഹൻലാൽ ഉണ്ടോ എന്ന ചോദ്യവും കൂടിയാണ് ഇതിന് ശേഷം വരുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോ ഈ വീഡിയോയ്ക്കകത്ത് മോഹൻലാലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഈ മമ്മൂട്ടി ചിത്രം ആയതുകൊണ്ട്, മമ്മൂട്ടി ഇതിൻ്റെ ഭാഗമായതുകൊണ്ട് മോഹൻലാലിനൊരു പ്രൊമോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ സിനിമയിൽ മോഹൻലാൽ ഉണ്ടോ എന്ന് ചോദ്യം വരുന്നത്. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കരമായ അപ്പീലിംഗ് ആയിരുന്നു. ഒന്നാമത് പ്രേക്ഷകർ ഭയങ്കരമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ ഈ മാസത്തിൽ ഒന്ന് ചത്താപ്പച്ചയാണ്. ബേബി ഗേൾ ഉണ്ട് നിവിൻ പോളിയുടെ ചിത്രം, ഇല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഒരു പുതുമയാർന്ന വ്യത്യസ്തമാർന്ന ഒരു കോൺസെപ്റ്റ് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ചത്താപ്പച്ചയ്ക്ക് ഒരു പരിഗണന ഉണ്ടെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് WWE ആണ് ഈ സിനിമയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കോർ കോൺസെപ്റ്റ് അതാണ്. ഇതിൻ്റെ മൂവ്സ്, ഇതിൻ്റെ സ്റ്റൈല്, ഇതെല്ലാം തന്നെ WWE ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ട്രെയിലേഴ്സ്, കട്ട്സൊക്കെ നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ഈ സിനിമയുടെ ട്രെയിലറൊക്കെ വരുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾക്കൊക്കെ തന്നെ ഈ WWE വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളാണ് ഈ സിനിമയിലുള്ളത്. അതേ മൂവ്സ്, സ്റ്റൈൽസൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ റേമിസ്റ്റിയുടെ 619 അതിനകത്ത് കാണാം. എനിക്ക് തോന്നുന്നു സീനയുടെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് പോലത്തെ ഒരു മൂവൊക്കെ ഇതിനകത്തുണ്ട്. പല WWE ആരാധകരും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇതെന്നുള്ളതാണ്. മാത്രമല്ല ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെ ഇൻ്റർവ്യൂസിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് സീനയുടെ പേരും റാൻഡി ഓർട്ടൻ്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. റേമിസ്റ്റേരിയുടെ പേരും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ ഇഷ്ടപ്പെട്ട റെസ്ലർ ആരാന്നൊക്കെ സൂചിപ്പിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ WWE ആരാധകർക്ക് ഒട്ടും നിരാശ നൽകാത്ത ഒരു സിനിമയായിരിക്കാം ചത്താപ്പച്ച എന്നാണ് വിശ്വാസം. ആൻഡ് ഈ സിനിമയുടെ സ്റ്റണ്ട് രംഗങ്ങൾ, ഇത് ഒരു പക്ഷേ ഈ സിനിമ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടാൻ പോകുന്ന ഒന്നായിരിക്കാം. കാരണം വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ടീം ഈ സിനിമയ്ക്കുണ്ട്. മാത്രമല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തേക്കുന്ന കമ്പനീസ് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ സിനിമ ഏത് ലെവലാണ് എന്നുള്ളത്. പലരും കൊതിക്കുന്ന, മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയും കൂടിയാണ് ചത്താപ്പച്ച, പല പല ഭാഷകളിലായിട്ട്. ശങ്കർ ഹസാൻ ലോയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. 3 പേര് ചേർന്നാണ്, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അതിലൊന്ന് ശങ്കർ മഹാദേവാണ്. ശങ്കർ മഹാദേവൻ ഇതിനകത്തൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അത് ഭയങ്കര വൈറൽ പാട്ടാണ്. ഈ ചത്താപ്പച്ച എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നു പല പ്രൊമോഷൻ പരിപാടികൾക്കൊക്കെ തന്നെ ഇവർ ഡാൻസ് കളിക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സോങ് കൂടിയായിട്ട് ഈ പാട്ടും മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ പടം ഇപ്പോൾ കുറച്ച് നാളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബുക്കിംഗ്സ് ആരംഭിച്ചതിന് ശേഷം ഭയങ്കരമായ തിരമാല കണക്കിനുള്ള ബുക്കിങ്ങുകളാണ് എന്നൊന്നും അല്ല അവകാശപ്പെടുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ബുക്കിംഗ് ഉണ്ട്. ഇതിങ്ങനെ പോവും. സ്വാഭാവികമായിട്ടും ഇത് അങ്ങനൊരു ഹൈപ്പിൽ വരുന്നൊരു സിനിമയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട ബാനറിൽ വരുന്നൊരു സിനിമയല്ലല്ലോ. അതായത് സംവിധായകൻ പുതുമുഖമാണ്. ഇതിൻ്റെ നായകൻ എന്ന് പറയുന്ന ഇപ്പോൾ അർജുൻ അശോകനാവട്ടെ, വിശാഖ് ആവട്ടെ, റോഷൻ മാത്യു ആവട്ടെ, ഇവരെല്ലാവരും തന്നെ അങ്ങനൊരു ഓഡിയൻസിനെ ഫസ്റ്റ് ഡേ പുള്ള് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളല്ല. അർജുൻ അശോകൻ വളരെ രസകരമായിട്ട് ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തലവരെയൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും അർജുൻ്റെ റേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിങ്ങനെ വിസിബിളാണ്. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ അർജുൻ അശോകൻ വളരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോൾ. ഓരോ കഥാപാത്രങ്ങൾ അദ്ദേഹം എടുക്കുന്ന രീതിയാവട്ടെ, അത് കൊണ്ടുപോകുന്ന രീതി ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്ന അർജുൻ അശോകനെ കാണാൻ സാധിക്കും. ഇൻ എ വെരി ഓണസ്റ്റ് ആൻഡ് പോസിറ്റീവ് മാനറിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കൊരു ഹൈപ്പുണ്ട്. സിനിമാ പ്രേമികൾക്കിടയിൽ ഇതിൻ്റെ ട്രെയിലേഴ്സൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ആ ഒരു ഹൈപ്പ് വെച്ചിട്ട് ഉറപ്പായിട്ടും 22-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെയുള്ള ബുക്കിങ്ങുകൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ഈ സിനിമയിലുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും മമ്മൂക്ക ഇതിനകത്തുണ്ടെന്നുള്ളത്
ഏകദേശം ഒരു 90% കൂടുതൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, അത് ഉറപ്പാണ്. പക്ഷെ ലാലേട്ടനുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ നിൽക്കുമ്പോഴാണ് അത് ഇങ്ങനെ ഈ ഒരു വീഡിയോയും കൂടെ വന്നതിന് ശേഷം അപ്പോൾ ലാലേട്ടൻ സർപ്രൈസ് ആയിരിക്കുമോ എന്നൊരു ചോദ്യമൊക്കെ നിൽക്കുന്നത്. മാത്രമല്ല ലാലേട്ടൻ ഫാമിലിയിൽ നിന്നാണ് സംവിധായകനും വരുന്നത്, അപ്പോൾ എങ്ങാനും ഉണ്ടെങ്കിലോ നമ്മളോട് പറയാത്തതാണെങ്കിലോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും പേട്രിയോട്ടാണ് ഇനി മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത്, റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമ. അവരുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സിനിമ ഇനി അതാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു സർപ്രൈസ്, ഒരു എന്താ പറയുക, ഒരു ഡൈനമൈറ്റ് പോലെ ഈ സിനിമയിൽ ഇരുവരും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനത്തെ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ പ്രോമോ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായതുകൊണ്ട് തന്നെയാണ് ഈ ടോക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫൺ ടോക്കാണ്, ഒരു രസകരമായ ഒരു ക്യാമിയോയോ ആയിരിക്കാം, അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആർക്കും ദ്രോഹമൊന്നും ചെയ്യുന്ന റിപ്പോർട്ടുകൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയുന്നത് തന്നെ. അങ്ങനെ വന്നാൽ അതിഗംഭീരമാവുമല്ലോ, അത് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ആ പ്രോമോയിൽ ലാലേട്ടൻ ഭയങ്കര രസകരമായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. ഒരു ചുവന്ന ഷർട്ടൊക്കെ ഇട്ടിട്ട് ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരിക്കുന്ന ലാലേട്ടൻ വളരെ ഫണ്ണി ആയിട്ട് നിൽക്കുന്ന ലാലേട്ടൻ. അതിന് ഇതിൻ്റെ ആദ്യത്തെ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് ചത്താപ്പച്ച എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടിക്കുന്ന ഒരു ലാലേട്ടനാണ് കാണാൻ സാധിക്കുന്നത്. അത് ഭയങ്കര രസമാണ് ലാലേട്ടൻ അങ്ങനെ ഒരു വൈബ്രൻസിയിൽ ഭയങ്കര എലഗൻ്റായിട്ട് കാണാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആ ഒരു ഹൈപ്പ് പ്രത്യേകിച്ച് ഈ വീഡിയോ ഒന്നുകൊണ്ട് അങ്ങ് ഇങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രസകരമായിട്ട് വരും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും 22-ാം തീയതി സിനിമയുടെ റിലീസാണ്. എന്താകും സിനിമയുടെ വിധി എന്നൊക്കെ നോക്കി കാണാം. പക്ഷെ ഒരു പുതിയ എക്സ്പെരിമെൻറ്റ് മലയാള സിനിമയിലേക്ക് വരുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാം.